നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും. ഇട്ട ഭാഗത്തിൻ്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ, ഇടാത്ത ഭാഗത്ത് ആ ഒരു നിറക്കുറവും കണ്ടല്ലോ. ഇത് കണ്ടോ, മുഖത്ത് ഞാൻ വെട്ടമടിച്ച് കാണിക്കുവാണെങ്കിൽ എൻ്റെ കൈയും ഇത് കണ്ടോ, മുഖവും കൈയും തമ്മിൽ വ്യത്യാസം കണ്ടല്ലോ. ചർമ്മം നല്ല സ്വർണം പോലെ തിളങ്ങാൻ സ്വർണം അരച്ച് തേക്കണ്ട. ഈ പാക്ക് ഒന്ന് നിങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ മുഖം സ്വർണം പോലെ തിളക്കം വെക്കുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടായിരിക്കുമെങ്കിൽ എൻ്റെ കൂടെ കൂടണേ കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടി എന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ലൈക്ക് ഉണ്ടല്ലോ, ഒരു ഹൃദയം എനിക്ക് തരാനും നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മുഖം സ്വർണം പോലെ തിളക്കം വെക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ചർമ്മത്തിലിട്ടതിന് ശേഷം കഴുകി കളയുമ്പോൾ ചർമ്മത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും, ടാൻ ആണെങ്കിലും പിഗ്മെന്റേഷൻ ആണെങ്കിലും ഈവൻ സ്കിൻ ടോൺ ആണെങ്കിലും ഒക്കെ മാറ്റി സ്കിൻ നല്ല സ്വർണം പോലെ തിളക്കം വെക്കും. ഇത് വെറുതെ പറയുന്നതല്ല. എൻ്റെ ചർമ്മത്തിന് തിളക്കം നിങ്ങൾ കണ്ടോ. ആ ഒരു പാക്ക് ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം വന്നിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നേടാം കേട്ടോ. എന്തായാലും സംഭവം എന്താണെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും നമുക്ക് കാണാം. അതിലേക്ക് പോകാം. സ്വർണം പോലെ ചർമ്മം തിളങ്ങാൻ ഒരു ഗോൾഡൻ ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ വേണം. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുൾട്ടാണി മിട്ടി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഓറഞ്ച് പീൽ പൗഡർ ആണ് ചേർക്കുന്നത്. ഓറഞ്ച് പീൽ പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നിങ്ങളുടെ ഓറഞ്ചിൻ്റെ നീര് ചേർക്കാം. ഇവിടെ ഞാൻ ഓറഞ്ച് പീൽ പൗഡർ ആണ് ചേർക്കുന്നത്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ റൈസ് പൗഡർ ആണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ റൈസ് പൗഡറും കൂടി ചേർത്ത് ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്വർണ്ണ കളർ നൽകുന്ന നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് സാധാരണ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം, കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി. ഞാനിവിടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർത്തത് 1 ടേബിൾ സ്പൂൺ ആണ് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തത്. അതിനുശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ചേർക്കാം. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബാക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണ്ടേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പുളിയില്ലാത്ത നമ്മുടെ കട്ട തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്. വേണ്ട അനുസരിച്ച് ചേർക്കണം കേട്ടോ. അങ്ങനെ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നോർമൽ രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ തൈര് വേണ്ടി വരും. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ചും കൂടി ഞാൻ തൈര് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ആക്കുകയാണ്. അങ്ങനെ ഞാൻ നല്ലപോലെ എല്ലാം മിക്സ് ആക്കി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇട്ടിട്ടുള്ള ആ ഒരു മാറ്റവും ഒക്കെ കാണാം. എന്തായാലും നമ്മുടെ സ്കിൻ നല്ലപോലെ തിളക്കം വെക്കാൻ, അതായത് സ്വർണ്ണ കളർ നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് കണ്ടാലോ. ഇത് കണ്ടായിരുന്നല്ലോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കിയതൊക്കെ. എന്തായാലും നമുക്കിത് ഫേസിലേക്ക് ഇടാം. ഓക്കെ, കുറച്ചെടുക്കുക, ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ബാക്കി ഇപ്പുറത്തിടുന്നില്ല, ഒരു ഭാഗത്ത് മാത്രം ഇട്ടിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 3 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ഏതൊരു പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്കിപ്പം കയ്യിലും കഴുത്തേലും കൂടി ഇടാനായിട്ട് നോക്കണം കേട്ടോ. കൂടുതൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ പല വീഡിയോസിനും പറഞ്ഞതാണ്, അതങ്ങനെ നല്ലതല്ല സ്കിന്നിന്. കൂടുതൽ ഉണങ്ങണ്ട, ഒരു 3 മിനിറ്റ് മാത്രം മതി കേട്ടോ. നിങ്ങൾ ഫേസിലും കഴുത്തേലും ഒക്കെ ഇടണം ഏതൊരു പാക്ക് ഇടുന്ന സമയത്താണെങ്കിലും. ഞാനിപ്പോൾ ഇട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇടുന്നത് ഏതൊരു പാക്ക് ഇട്ടാലും ഞാൻ കഴുത്തേലും കൂടി ഇടും. അങ്ങനെയാണ് ഞാൻ ഇടാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് സ്കിൻ വേറൊരു കളറും കഴുത്ത് വേറൊരു സ്കിന്ന് കളറായി മാറും കേട്ടോ. എന്തായാലും സ്പോഞ്ച് അത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടയ്ക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും. ഇട്ട ഭാഗത്തിൻ്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ, ഇടാത്ത ഭാഗത്ത് ആ ഒരു നിറക്കുറവും കണ്ടല്ലോ. ഇത് കണ്ടോ, മുഖത്ത് ഞാൻ വെട്ടമടിച്ച് കാണിക്കുവാണെങ്കിൽ എൻ്റെ കൈയും ഇത് കണ്ടോ, മുഖവും കൈയും തമ്മിൽ വ്യത്യാസം കണ്ടല്ലോ. ഞാൻ വെട്ടമടിച്ചൊന്നും അല്ല കാണിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സംഭവം കണ്ടോ, ലൈവ് ചേഞ്ചസ് കണ്ടോ. ഇതുപോലെ നിങ്ങൾക്കും കിട്ടും മാറ്റം. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ. കണ്ടോ ആ ഒരു സ്വർണ്ണ പാക്ക് തയ്യാറാക്കിയത്. എന്തായാലും നിങ്ങളൊന്ന് ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് പറയണേ. എളുപ്പമല്ലയോ? സ്കിന്നിൽ നിന്ന് അൺഇവൻ സ്കിൻ ടോണും പാടും എല്ലാം മാറ്റി സ്കിൻ നല്ല തിളക്കം വെച്ചതൊക്കെ കണ്ടോ.
എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കും, ഞാൻ മറുപടി പറയുന്നതാണ്. പിന്നെ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.